നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. മക്കളെ, എങ്ങനെയുണ്ടായിരുന്നു വീട് താമസമൊക്കെ? ഗംഭീരായിരുന്ന? നന്നായിരുന്നു ഗൗതം മാമ. അല്ല, ചാരുമോള മുഖം എന്താ വല്ലാതിരിക്കുന്നേ? ഒന്നുമില്ല ഗോവിന്ദ മാമ, യാത്ര ചെയ്ത് വന്നല്ലേ. എന്നാ അവള് ചെന്ന് റെസ്റ്റ് എടു. മോനെ, ചാരുമോൾ എന്താ വല്ലാതിരിക്കുന്നേ? മോൻ അവളെ വീണ്ടും വഴക്കുമല്ലോ പറഞ്ഞു? ഇല്ല ഗോവിന്ദ മാമ, ചുമ്മാ ഓരോന്ന് പറയല്ലേ. പിന്നെന്താ അവള് പിണങ്ങിയതുപോലെ പോയത്? എനിക്കെങ്ങനെ അറിയാനാ? മോനോടല്ലാതെ വേറെ ആരോട് ചോദിക്കാനാ? മോനോടല്ലേ അവള് വന്നത്? അതൊക്കെ പോട്ടെ. മോൻ അവളോട് മനസ്സ് തുറന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞോ? എങ്ങനെ പറയാനാ ഗോവിന്ദ മാമ? കാറിൽ വെച്ച് സംസാരിക്കാന്ന് വിചാരിച്ചതാ. അപ്പോ പാട്ട് വെക്കാൻ പറഞ്ഞു. നമുക്ക് സംസാരിച്ചു പോവാം. പാട്ട് എന്തിനാന്ന് ചോദിച്ചപ്പോ അവള് ചോദിക്കാ സംസാരിക്കാൻ എന്താ ഉള്ളേന്ന്. ഫംഗ്ഷൻ സ്ഥലത്ത് വെച്ച് സംസാരിക്കാന്ന് വിചാരിച്ചപ്പോ അവിടെ ഓഫീസ് സ്റ്റാഫുകളുടെയും മറ്റാളുകളുടെയും തിരക്കായിരുന്നു. ഞാൻ സംസാരിക്കാൻ ചെല്ലുമ്പോ അവള് ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറുക. ഫംഗ്ഷന്റെ കാര്യം വിട്, തിരിച്ചു വന്നപ്പോ സംസാരിക്കാറുണ്ടല്ലോ. ബെസ്റ്റ്. തിരിച്ചു വന്നപ്പോ അവളുടെ മൂഡ് വേറെയായിരുന്നു. അവൾ ഓരോ ഫിലോസഫിയൊക്കെ പറയുന്നുണ്ടായിരുന്നു. എനിക്കാകെ വട്ടായി. പെട്ടെന്ന് വീട്ടിലെത്തിയാൽ മതിയെന്ന് തോന്നി. ഗോവിന്ദമാമൻ എന്താ ആലോചിക്കുന്നത്? അത് പിന്നെ ഒന്നുമില്ല മോനെ. ഗോവിന്ദമാമ, കാക്കൂത്തി എന്നെ അവോയ്ഡ് ചെയ്യുന്ന പോലെ തോന്നുക. എന്തിനാ മോനെ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ? ചിന്തിച്ചതല്ല ഗോവിന്ദമാമ, ശരിക്കും അങ്ങനെ തന്നെ. നിന്നോട് സംസാരിച്ചില്ലെന്ന് വെച്ച് നീ അങ്ങനൊന്നും വിചാരിക്കണ്ട. അവളെ മനസ്സ് മാറി വരാൻ കുറച്ച് സമയം എടുക്കും മോനെ. പെണ്ണ് കണ്ടിഷ്ടപ്പെട്ട് ഉറപ്പിച്ച കല്യാണമല്ലല്ലോ മോനെ ഇത്. ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിൽ നടന്നതാ. അതിന്ന് മാറി വരാൻ കുറച്ച് സമയം എടുക്കും. ഇത്രയും നാളും നീ ഇങ്ങനെ ആയിരുന്നില്ലേ? മോന്റെ മനസ്സ് മാറാൻ സമയം എടുത്തില്ലേ? അപ്പോ ചാരുമുള്ള കാര്യം പറയണോ? കാത്തിരിക്കണം. അവൾ നിന്റേതായി മാറുന്ന കാലം വരും. മോനവളുടെ സ്നേഹം കിട്ടാനായി ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. കാക്കൂത്തിയോട് സ്വസ്ഥമായിട്ട് സംസാരിക്കാൻ അവസരം കിട്ടുന്നില്ല ഗോവിന്ദമാമ. ഓഫീസിൽ നിന്ന് വന്നിട്ട് സംസാരിക്കാന്ന് വെച്ചാ അവള് അടുക്കളയിൽ എന്തെങ്കിലും ജോലിയിലായിരിക്കും. അത് കഴിഞ്ഞാ എല്ലാരോടും സംസാരിച്ച് നടക്കുന്നത് കാണാം. തനിച്ചൊന്നും കിട്ടുന്നില്ല അവളെ. രാത്രി റൂമിലേക്ക് വരുമ്പോ സംസാരിക്കാന്ന് വെച്ചാ ഷീറ്റ് വിരിച്ചു കിടന്ന് ഉറങ്ങും. എനിക്കറിയില്ല അവളോട് എങ്ങനെ എന്റെ മനസ്സിലുള്ളത് പറയണമെന്ന്. എല്ലാം ശരിയാവും മോനെ. മനസ്സിൽ നിരാശ വേണ്ട. മോൻ പോയി റെസ്റ്റ് എടുക്ക്. ചെല്ലടാ അങ്ങോട്ട്. ചെല്ലങ്ങോട്ട്. എന്താ ഗോവിന്ദ ഒരു ആലോചന? ബാലനെത്തിയ? എന്തായി പോയ കാര്യം? ആ വന്ന പാർട്ടി കുഴപ്പമില്ലെന്ന് തോന്നുന്നു. അവർക്കെന്തോ സൂപ്പർ മാർക്കറ്റ് എന്തോ തുടങ്ങാനാ. അപ്പൊ കുഴപ്പമില്ലല്ലോ. മംഗളനഗറിലെ ബിൽഡിങ്ങിന്റെ 2ാം നില ഒഴിഞ്ഞടക്കാൻ തുടങ്ങിയിട്ട് 1 വർഷത്തോളം ആയില്ലേ? നല്ല ആരെങ്കിലും വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നല്ലോ. സാരമില്ല, ഇപ്പൊ വന്നവർക്ക് കൈ കൊടുക്കാൻ തോന്നുന്നു. വാടകയുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. എല്ലാം പറഞ്ഞുറപ്പിച്ചിട്ടുണ്ട്. ചാരു ആകാശൊക്കെ എപ്പോഴാ വന്നത്? ഇപ്പൊ വന്ന് കയറിയതേ ഉള്ളു. ഫംഗ്ഷൻ എങ്ങനെ ഉണ്ടായിരുന്നാ പറഞ്ഞു? നന്നായിരുന്നു പറഞ്ഞു. പക്ഷേ എന്താ ഗോവിന്ദ? ചാരുമോക്കും ആകാശത്തിനിടയിൽ ഇപ്പോഴും അകൽച്ചയുണ്ട് ബാല. അക്കുച്ചേട്ടനും കാക്കോത്തിയാണെങ്കിലും ഒരു ഭാര്യ ഭർത്തൃബന്ധം അവർക്കിടയിൽ ഉണ്ടായിട്ടില്ല. ഞാനും അത് ശ്രദ്ധിച്ചിരുന്നു ഗോവിന്ദ. നമ്മളെപ്പോഴും പ്രതീക്ഷ വെച്ച് സംസാരിക്കാറുണ്ടല്ലോ, പതിയെ പതിയെ എല്ലാം ശരിയാവുന്നു. പക്ഷെ ഒന്നും ശരിയാവും തോന്നുന്നില്ല ഗോവിന്ദ. ബാല, എനിക്കൊരു സംശയം. എന്താ ഗോവിന്ദ? ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കല്യാണമായിരുന്നല്ലോ അവരുടേത്. മാനസികമായി പൊരുത്തപ്പെടാൻ സമയമെടുക്കും.
ദൈവമായിട്ട് അവർ ചേർത്ത് വെച്ചതെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിലും അവരൊന്നിച്ച സമയം ശരിയാണോന്നൊരു സംശയം. നമുക്ക് കാരുവിനെ കൊണ്ട് നോക്കിച്ചാലോ? എന്തെങ്കിലും പരിഹാരം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നോക്കുന്നല്ലേ നല്ലത്. എന്നാ പിന്നെ താൻ എളുപ്പം റെഡി ആയിട്ട് വാ. നമുക്ക് ഇപ്പൊ തന്നെ കാര്യമെന്ന് പോയി കാണാം. ഒരു 2 മിനിറ്റ്, ഞാൻ പോരാ.